കണ്ണൂർ ജില്ലാ കലോത്സവത്തിന്റെ 4ാം ദിനം ഊട്ടുപുര ശ്രദ്ധ പിടിച്ചുപറ്റി. ഭക്ഷണശാലകളുടെ നിയന്ത്രണം പൂർണ്ണമായും സ്ത്രീകളുടെ നിയന്ത്രണത്തിലാണ് നടന്നുവന്നത്. KSTA നേതൃത്വത്തിൽ വിവിധ സ്കൂളുകളുടെ ടീച്ചർമാരാണ് ഇന്ന് ഭക്ഷണ വിതരണം നടത്തിയത്. വേദിയിലെയും മറ്റ് കമ്മിറ്റികളുടെ എല്ലാം തന്നെ വിവരങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ ഊട്ടുപുരയുടെ വിശേഷങ്ങളാണ്. ഊട്ടുപുരയിൽ ഇന്ന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താന്ന് വെച്ചാൽ വനിതകളാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. നമുക്ക് അവരോട് തന്നെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാം. പിന്നെ വനിതകൾക്കാണല്ലോ എല്ലാ ചുമതലയും ഉള്ളത്. അപ്പോൾ ഒരു വനിത എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത്? KSTA എന്ന അധ്യാപക പ്രസ്ഥാനത്തിന്റെ കരുത്ത് പെൺകരുത്താണെന്ന് തെളിയിച്ചിട്ടുള്ള രീതിയിലേക്ക് ഇവിടെ ഭക്ഷണ വിതരണത്തിന് വന്നിട്ടുള്ളത്. ഈ കഴിഞ്ഞ 4 ദിവസവും ഭക്ഷണ വിതരണത്തിനകത്ത് ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നതിനൊക്കെ അധ്യാപികമാര് മുന്നിട്ട് വന്നിട്ടുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ തന്നെ അവരുടെ പങ്കുണ്ടായിരുന്നു. ഇന്ന് എല്ലാ ക്രമീകരണങ്ങളും ഭക്ഷണത്തിൻ്റെതായ എല്ലാ ചുമതലകളും അധ്യാപികമാര് തന്നെ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഒരു തീരുമാനം അധ്യാപികമാരുടെ ഭാഗത്ത് തന്നെ ഉണ്ടായി. അവരത് സ്വയം ഏറ്റെടുത്തപ്പോ അധ്യാപികമാര് രാവിലെ തന്നെ കൃത്യമായും 250ഓളം അധ്യാപികമാര് ഈ ചുമതലകൾ നിർവഹിക്കാൻ തയ്യാറായിക്കൊണ്ട് വന്നു എന്നുള്ളത് ഈ സംഘടനക്കേറെ അഭിമാനിക്കാൻ വരുന്ന രീതിയിലേക്ക് അതിന്റെ വളർച്ചയും അധ്യാപികമാരുടെ മുന്നേറ്റമാണ്. പുതിയ കേരളം, നവകേരളം എന്നുള്ളത് സ്ത്രീപക്ഷ കേരളമാണ്. പെൺകരുത്ത് നന്നായി തെളിയിക്കുന്ന രീതിയിലേക്ക് കേരളത്തിന്റെ സാമൂഹ്യ വളർച്ച ഉണ്ടായിട്ടുണ്ട്. ഏത് മേഖലകളിലും വനിതകൾക്ക് ഏത് കാര്യങ്ങളും ചെയ്യുന്നതിന് കരുത്തുണ്ട് എന്ന് തെളിയിക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ സമൂഹത്തിൽ വളരുന്നുണ്ട്. അതിനു കൂടെ തന്നെയാണ് ഈ രീതിയിലേക്ക് ഞങ്ങൾ ഒന്നിനും പിറകിലല്ല എന്ന് വ്യക്തമാക്കുന്ന രീതിയിലേക്ക് കേവലം ക്ലാസ് മുറികൾക്കകത്ത് മാത്രമല്ല അധ്യാപികമാരുടെ പങ്കുള്ളത് എന്നുള്ളത് കലോത്സവത്തിന്റെ എല്ലാ മേഖലകളും നമുക്ക് കാണാൻ കഴിയും. ഒപ്പം ഭക്ഷണ വിതരണത്തിന്റെ ഈ എല്ലാ ക്രമീകരണങ്ങളും അവർ നേരിട്ട് ഏറ്റെടുക്കുകയാണ്, സ്വയം ചെയ്യുകയാണ്. വളരെയധികം അഭിമാനിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു മുന്നേറ്റത്തിനകത്ത്. അതോടൊപ്പം ഹരിത പ്രോട്ടോകോൾ കൃത്യമായും പാലിച്ചുകൊണ്ട് നേരത്തെ ശശിമാഷ് പറഞ്ഞ പോലെ കേരളം മാലിന്യമുക്ത നവകേരളമാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഭക്ഷണശാലയിൽ വരുത്തിയിട്ടുണ്ട്. ആ ഹരിത പ്രോട്ടോകോൾ കൃത്യമായും പാലിച്ചുകൊണ്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തി പയ്യന്നൂരിന്റെ ചരിത്രത്തിൽ ഈ പയ്യന്നൂരിന്റെ ഒരു പ്രത്യേകതയുള്ള രീതിയിലേക്ക് അതിന്റെ ജനകീയ പങ്കാളിത്തം, അതിന്റെ പുരോഗമന പ്രസ്ഥാനത്തിന്റെ കരുത്ത് ഇതെല്ലാം തെളിയിക്കുന്ന രീതിയിലേക്ക് ഈ കലോത്സവം ഇവിടെ മാറുകയാണ്. 4ാം ദിവസം അതിന്റെ ഒരു മുന്നേറ്റം. നാളെയും അത് ഈ രീതിയിലേക്ക് തന്നെ ഏറ്റവും മികച്ച രീതിയിലേക്കായി മാറാൻ വേണ്ടി സാധിക്കും. ഒരാൾക്കും ഒരു പരാതിയില്ല. ഏറ്റവും രുചികരമായ രീതിയിലുള്ള ഭക്ഷണം, ഒരു തരത്തിലുള്ള വന്ന ആളും തിരിച്ചു പോകുന്നില്ല എന്നുള്ള പ്രത്യേകത, ഇതെല്ലാം പയ്യന്നൂരിൽ ഇവിടെ അഭിമാനിക്കുന്ന രീതിയിലേക്ക് കലോത്സവം കഴിയുമ്പോൾ പയ്യന്നൂരിലെ ജനതക്ക് ഒപ്പം ഇത് ഏറ്റെടുത്തിട്ടുള്ള KSTA പ്രസ്ഥാനത്തിനും നന്നായി അഭിമാനിക്കാൻ സാധിക്കും. ഫുഡ് കമ്മിറ്റി കൺവീനർ ശശീന്ദ്രൻ നമ്മോടൊപ്പം ചേരുന്നു. കലോത്സവത്തിന്റെ 4ാം ദിവസമാണ് ഇന്ന്. പയ്യന്നൂരില് 10,000 ഈ കലോത്സവവുമായി ബന്ധപ്പെട്ടവരെ എത്തിയിട്ടുണ്ട്. കലോത്സവം പയ്യന്നൂരിൽ വെച്ച് നടക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് പയ്യന്നൂരിലെ ജനത അതിനെ ഏറ്റെടുത്തിട്ടുള്ളത്. ഇവിടെ ഭക്ഷണശാല നിങ്ങൾക്കൊക്കെ ദർശിക്കാൻ വേണ്ടി സാധിക്കും. ഒരു ഇടതടവില്ലാതെ അതേസമയം ഒരു ക്യൂ ഒരാൾ പോലും കാത്തു നിൽക്കാത്ത രൂപത്തിൽ ഭക്ഷണ വിതരണം കൃത്യം 11:40 ആരംഭിച്ചിട്ടുണ്ട്. 6,500-ലധികം ആളുകൾ ഇന്നിവിടുന്ന് ഭക്ഷണം കഴിക്കും. പാലട പ്രഥമൻ ഇന്ന് പായസനത്തിൽ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസവും ഏകദേശം ശരാശരി 7,000 ആളുകൾ ഒരു ദിവസം ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഏറ്റവും ശുചിത്വമുള്ള രുചികരമായ ഭക്ഷണം. പയ്യന്നൂരിന്റെ ഭക്ഷണ രുചി എന്ന് പറഞ്ഞാൽ കേരളം മുഴുവൻ പ്രശസ്തമാണ്. അപ്പോൾ കണ്ണൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന അധ്യാപകർക്കും കുട്ടികൾക്കൊക്കെ ആ പയ്യന്നൂർ സദ്യയുടെ ഒരു പ്രത്യേകത കൂടി രുചിച്ചറിയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ വർഷത്തെ കലോത്സവത്തിന്റെ ഒരു പ്രത്യേകത, ആദ്യമായിട്ടായിരിക്കും ജില്ലാ കലോത്സവങ്ങളിൽ പാർസൽ ഇലയിൽ പോലും പൊതിഞ്ഞു കൊടുക്കാത്തൊരു സാഹചര്യമുണ്ട്. ആ പാത്രം കൊണ്ടുവന്നാൽ മാത്രമേ പാർസൽ നൽകുന്ന ഒരു തീരുമാനം ഭക്ഷണ കമ്മിറ്റി സംഘാടക സമിതി ഏറ്റെടുത്തിട്ടുണ്ട്. വളരെ മാതൃകാപരമായി എല്ലാ മത്സരാർത്ഥികളും എസ്കോർട്ടിംഗ് ടീച്ചേഴ്സും അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. അവരെ ഈ അവസരം പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇന്ന് പാലട പറഞ്ഞു ഉൾപ്പെടെയുള്ള സദ്യയാണ്. കൃത്യം 11:40 ആരംഭിച്ച് ഭക്ഷണശാലയിൽ എത്തുന്ന ഒരാൾ പോലും ഭക്ഷണം കഴിക്കാതെ പോകില്ല. അതിനുള്ള സംവിധാനങ്ങളുടെ ഭക്ഷണ കമ്മിറ്റി ഞങ്ങൾ പ്രത്യേകിച്ച് ഇനി നന്ദി പറയാൻ ഞങ്ങൾ നഗരസഭ, പയ്യന്നൂർ നഗരസഭ എല്ലാ പിന്തുണയും ഭക്ഷണ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. ചെയർപേഴ്സൺ ശ്രീമതി ലളിത ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാ സമയവും ഇതിന്റെ മാർഗനിർദ്ദേശം മുന്നോട്ട് വന്ന് ഈ സംഘാടക സമിതിയുടെ ചെയർമാനും പ്രിയപ്പെട്ട MLA-മായ ശ്രീ TA മസൂദനെ നിരന്തരം ഭക്ഷണ കമ്മിറ്റി അതുപോലെ ഇതിന്റെ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഓടി നടന്ന് പ്രവർത്തിക്കുകയാണ്. വലിയ ആത്മധൈര്യം ഞങ്ങൾക്ക് ഈ പ്രവർത്തനമായിട്ട് വരുന്നത്. ഇന്നത്തെ പ്രത്യേകത, കേരളത്തിലെ അധ്യാപകരിൽ ഏകദേശം 75% അധ്യാപികമാരാണ്. ഇന്ന് ഭക്ഷണ വിതരണവുമായി പൂർണ്ണ ചുമതല അധ്യാപികമാരാണ് ഏറ്റെടുത്തിട്ടുള്ളത്. 250 അധ്യാപികമാർ രാവിലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. വളരെ സന്തോഷം, ഇവിടെ അഭിമാനിക്കത്തക്ക രൂപത്തിൽ കേരളത്തിലെ സ്ത്രീ സമൂഹം മുന്നോട്ട് വരുന്നു. അത് അധ്യാപികമാരും
കാരണം ഏത് ഉത്തരവാദിത്വം ഞങ്ങൾക്ക് പൂർണ്ണമായി നിർവഹിക്കാൻ പറ്റാവുന്ന ഒരു സാഹചര്യത്തിൽ അധ്യാപികർ മാറിയിട്ടുണ്ട്. അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. എല്ലാ ഇന്നത്തെ ഭക്ഷണ വിതരണവും അതിന്റെ എല്ലാ ചുമതലയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അധ്യാപികമാരാണ്. പയ്യന്നൂർ കലോത്സവ വേദിയിലെ ഇന്നത്തെ ദിവസം വനിതകൾ ഏറ്റെടുത്തിരിക്കുകയാണ്. പയ്യന്നൂരിന്റെ നെഞ്ചോട് ചേർത്താണ് ഇന്നത്തെ ദിവസം സ്ത്രീകൾ കൈകാര്യം ചെയ്യുന്നത്. പയ്യന്നൂർ കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറ പേഴ്സൺ ബാബുവിനൊപ്പം അനുഷാൻ.